മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ഇന്ന് സത്യം പറഞ്ഞാൽ ശരിക്കും ഗെയിം കളിച്ചത് നമ്മുടെ അനുമോളാണ്. അക്ബറിൻ്റെയും ഒനീലിൻ്റെയും ആര്യൻ്റെയും അഭിലാഷിൻ്റെയും എല്ലാം പദ്ധതികളും തകർത്തതും നമ്മുടെ അനുമോള് തന്നെയാണ്. കുറച്ച് ദിവസമായി എല്ലാവരും പറയുന്നത് ഷിയാസ് വന്നതിൽ പിന്നെ അനുമോള് വളരെ സൈലൻ്റ് ആണ്, വേറെ ഗെയിമാണ് കളിക്കുന്നത്, പണ്ടത്തെ അനുമോളല്ല ഇപ്പോൾ എന്നൊക്കെയാണ്. എന്നാൽ ആ ഒരു പരാതി ഇന്നത്തോടെ തീർന്നിരിക്കുകയാണ്. വീണ്ടും ശബ്ദമുയർത്തി തുടങ്ങിയിരിക്കുകയാണ് അനുമോള്. എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് അനുമോൾക്ക് ബിഗ് ബോസ് ഗെയിം എന്താണെന്ന് മനസ്സിലായത്. അനുമോൾ ഇപ്പോൾ ഗെയിം മനസ്സിലാക്കിയാണ് കളിക്കുന്നത്. ആവശ്യമുള്ള സമയത്ത് മാത്രം സംസാരിക്കുന്നു, പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിച്ചാൽ മതിയല്ലോ. അനുമോൾക്കൊരു അവസരം കിട്ടി, അത് അനുമോൾ നല്ല രീതിയിൽ തന്നെ വിനിയോഗിക്കുന്നുണ്ട്. ക്വാളിറ്റി ചെക്കിങ്ങിനിരുന്ന സമയത്ത് ലീക്കാണ്, ക്ലീൻ അല്ല, വൃത്തിയല്ല, ടേസ്റ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാം റിജക്റ്റാക്കി കളഞ്ഞു. ജിഷിൻ പലതവണ റീകൺസിഡർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടും നമ്മുടെ അനുമോൾ അതിനൊന്നും സമ്മതിച്ചില്ല. അനുമോള് അത് പറഞ്ഞ് ജിഷിനോടും വഴക്കിട്ടു. അതിന് വൃത്തിയില്ല, സാറിനെന്താ കണ്ണ് കണ്ടൂടെ, അതായത് ബോട്ടിൽ പിടിക്കുമ്പോൾ ഒട്ടുന്നു, അത് ഷുഗർ കണ്ടന്റ് ഉള്ളത് കൊണ്ടാണ്, പിന്നെ ജ്യൂസിൽ കരട് കിടക്കുന്നു, ബോട്ടിൽ സ്ക്രാച്ച് ഉണ്ട്, അങ്ങനെ ഓരോ കാരണങ്ങൾ അനുമോള് നിരത്തുകയാണ്. എല്ലാവരും എതിർത്ത് നിന്നിട്ടും അനുമോള് വളരെ സ്ട്രോങ് ആയിട്ട് നിന്നു. ബിഗ് ബോസ് ചോദിച്ച സമയത്തും അനുമോള് വ്യക്തമായി തന്നെ പറഞ്ഞു, ഞാനെല്ലാം റിജക്റ്റ് ചെയ്തു. ആ സമയത്തും ജിഷിനാണ് 4 ബോട്ടിൽ വീതം 2 ടീമിൻ്റെയും 8 ബോട്ടിലുകൾ അപ്രൂവ് ചെയ്തെന്ന് പറഞ്ഞത്. ജിഷിൻ ഇവിടെ ഒരു സേഫ് ഗെയിം കളിക്കുകയാണോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ ജിഷിൻ്റെ റിയൽ ക്യാരക്ടർ ഇതാവാം. എന്തായാലും ആദ്യത്തെ റൗണ്ടിൽ എല്ലാം റദ്ദാക്കപ്പെട്ടു. രണ്ടാമത്തെ റൗണ്ട് നടന്നു. രണ്ടാമത്തെ റൗണ്ടിലും നമ്മുടെ അനുമോള് ഇങ്ങനെ തന്നെയായിരുന്നു. കാരണം രണ്ടാമത്തെ റൗണ്ടിലാണ് ഒനീലും നെവീനും തമ്മിലുള്ള ഇഷ്യൂ നടക്കുന്നത്. ആ സമയത്ത് നെവീൻ അപ്രൂവ് ചെയ്തു വെച്ച 3 ബോട്ടിലുകളാണ് ഒനീല് ചളുക്കിക്കളയുന്നത്. ആ ചളുങ്ങിയ ബോട്ടിലിൽ തന്നെയാണ് നെവിൻ ജ്യൂസ് നിറച്ച് ക്വാളിറ്റി ചെക്കിങ്ങിന് വേണ്ടി ഇവരുടെ കയ്യിൽ കൊടുക്കുന്നത്. ബോട്ടിൽ ചളുങ്ങിയതാണെന്ന് പറഞ്ഞ് ആ 3 ബോട്ടിലും അനുമോള് റദ്ദാക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ജിഷിൻ പറയുന്നത് അത് എന്തുകൊണ്ടാണ് ചളുങ്ങിയതെന്ന് നെവീൻ നമ്മളോട് പറഞ്ഞു. അത് നെവീൻ്റെ കയ്യിലെ കുഴപ്പമല്ല, അതുകൊണ്ട് ആ ചളുക്കം നമ്മൾ നോക്കണ്ടെന്നാണ് ജിഷിൻ പറയുന്നത്. ജിഷിൻ ലെമണിൻ്റെ, അതായത് അനീഷിൻ്റെ 5 ബോട്ടിലും നെവീൻ കൊണ്ടുവന്ന 3 ബോട്ടിലും അപ്രൂവ് ചെയ്തു, അതായത് സെക്കൻഡ് റൗണ്ടിൽ. എന്നാൽ അനുമോള് സെക്കൻഡ് റൗണ്ടിലും നല്ല ഫയർ പോലെ തന്നെ നിന്നു. അനീഷിൻ്റെ ഒരൊറ്റ ബോട്ടിൽ മാത്രമേ അനുമോള് അപ്രൂവ് ചെയ്തിട്ടുള്ളൂ. അത് അനുമോള് ആവർത്തിച്ച് ബിഗ് ബോസിനോട് പറയുന്നുണ്ട്. ബിഗ് ബോസ് പറയുന്നത് ക്വാളിറ്റി ചെക്കിംഗ് ഓഫീസർമാർ 2 പേരും ഒരുമിച്ച് പറയുന്ന തീരുമാനമായിരിക്കും ഇവിടെ സ്വീകരിക്കുക. അതായത് ജിഷിനും അനുമോളും ഒരുമിച്ചൊരു തീരുമാനമെടുക്കണം. ആ സമയത്തും ജിഷിനും മറ്റെല്ലാ കണ്ടസ്റ്റൻസിനും ഓപ്പോസിറ്റായിട്ട് തന്നെയാണ് അനുമോൾ നിൽക്കുന്നത്. എന്തായാലും അനുമോൾക്ക് പ്രതികരിക്കാൻ അറിയില്ല, അനുമോള് ഇമോഷണലി ഡൗൺ ആണ്, തൊട്ടാവാടിയാണ്, പെട്ടെന്ന് കരയും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയവർക്കുള്ള മറുപടിയാണ് അനുമോൾ ഈ ഗെയിമിലൂടെ നൽകുന്നത്. എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.